ഈ കളറുകൾ കണ്ടോ, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതിന്റെ ഉൾഭാഗം കണ്ടോ, ഇത് 1 വർഷമായി പെയിന്റ് അടിച്ചിട്ട് 2 വർഷമായ വീടിന്റെ ഉൾഭാഗമാണ് കാണുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതൊരു പോലീസുകാരന്റെ വീടാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. നമുക്ക് വരാൻ തോന്നും, പണിയെടുക്കാൻ തോന്നും. പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ 1 വർഷത്തോളമായി ആണ്. ഇത്ര വെയിലും മഴയും അതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും നല്ല തിളങ്ങി തന്നെ നിൽക്കണേ. സ്മെല്ല് ഉണ്ടാവില്ല. ഞാനൊരു 10-20 വർഷമായിട്ട് ഈ പെയിന്റ് ഫീൽഡിലുള്ളതാ. നല്ല ഡബിൾ കോട്ട് അടിച്ച് നല്ല ഫിനിഷ് ആയിട്ട് എടുക്കും. നല്ല പ്ലാസ്റ്റിക് കോട്ട് പോലെ എടുക്കും. 43 വർഷമാണ് ഈ ഒരു പെയിന്റ് കമ്പനിയുടെ പഴക്കം. ഇപ്പൊ നമ്മള് ആലുവയിലാണ്. ഇവിടെ വെള്ളം കയറിയതാണ്. വെള്ളം കയറി എന്ന് പറഞ്ഞത് ഇതെല്ലാം പെയിന്റ് എല്ലാം പൊക്കൊണ്ട് റീപെയിന്റഡ് ആയിട്ട് വന്നതാ. 1, 2, 3, 4 വീടൊന്നും അല്ല. എല്ലാം കൂടെ കാണിക്കുവാൻ വീഡിയോ തീരത്തില്ല. അടുത്ത വീട് നമുക്ക് കാണാം. നമുക്ക് വാറന്റി എത്ര ഉണ്ട്? 12 വർഷം വരെയുള്ള പെയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിത് ദൂരോട്ടുള്ളവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഫ്രീ ഡെലിവറിയാണ്. കേരളത്തിൽ എവിടെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. നമസ്കാരം. നമ്മളിപ്പം ആലുവയിലാണ്. ആലുവയിലെ 2ാമത്തെ വീഡിയോ ഒരു പെയിന്റ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പെയിന്റ് അടിച്ചിട്ട് കുറെ ആൾക്കാർക്ക് നല്ല അഭിപ്രായമുണ്ട്. അതിനും അപ്പുറം ഓഫർ ഉണ്ട്. ഒരു 2 മാസത്തേക്ക് 10% ഓഫർ ഉണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും അറിയാം. അത് കൂടാതെ പല വെറൈറ്റി പെയിന്റ് ഉണ്ട്. കൂടാതെ നമുക്ക് ആ പെയിന്റ് അടിച്ച വീട്ടുകാരുടെ അഭിപ്രായങ്ങളും അറിയാം. നമുക്ക് ഇതിന്റെ ഓണറെ തന്നെ ഒന്ന് കാണാം. നമസ്കാരം സാറേ. പേര്? ബിജു വർഗീസ്. സാറേ, എങ്ങനെ ഈ പെയിന്റ് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നു, ഇത്രയും ക്വാളിറ്റി ഉള്ള പെയിന്റ് കൊടുക്കാൻ പറ്റുന്നു? ഇത് കേരളത്തിലെ ഇടനിലക്കാരില്ലാതെ തന്നെ നമുക്ക് നേരിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് നേരിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇടനിലക്കാരില്ലാതെ ഇദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയിൽ നിന്ന് പ്രൊഡക്ഷൻ എടുത്ത് നമുക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വന്തമായിട്ടുള്ള കമ്പനിയാണ്. അതിൽ നിന്നാണ് ഈ പെയിന്റ് ഇദ്ദേഹം നേരിട്ട് കൊടുക്കുന്നത്. ഇതിപ്പം എത്ര വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്? ഇത് കമ്പനി വന്നിട്ട് 43 വർഷമായിട്ടുള്ള കമ്പനിയാണ്. മറൈൻ പെയിന്റ്സ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. 12 വർഷമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ സെയിൽസിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നതാ. 12 വർഷം കൊണ്ട് നമ്മളിപ്പം ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. 43 വർഷമാണ് ഈ ഒരു പെയിന്റ് കമ്പനിയുടെ പഴക്കം. 12 വർഷമായിട്ട് റിസർച്ച് ചെയ്ത് കൂടുതലായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴേ പെയിന്റിങ്ങിനെ കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ആൾക്കാരുടെ അഭിപ്രായം, ആദ്യത്തെ വീഡിയോ മലബാർ പെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാർ റിസൾട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ തൊട്ട് പത്തനംതിട്ട ആയാലും കേരളത്തിലെ എല്ലാ സൈഡിലുള്ള ആൾക്കാർ നമ്മുടെ പെയിന്റ് ഉപയോഗിച്ചു. ഇതുവരെ മോശം അഭിപ്രായം ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, റേറ്റിനകത്തായാലും ബാക്കിയുള്ള കാര്യത്തിനായാലും. അപ്പൊ മുന്നോട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് എന്ന് തൊട്ട് എന്ന് വരെയാ? അത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ തിരുവോണം വരയ്ക്കും നമ്മൾ 10% നമ്മൾ കുറവ് കൊടുക്കണം എല്ലാ പ്രൊഡക്റ്റും. 2 മാസത്തേക്ക് നമ്മള്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2024 ജൂലൈ 10 മുതൽ തിരുവോണം വരെയാണ് ഈ 10% ഓഫർ. കാരണം ഏറ്റവും കൂടുതൽ വീടിന്റെ പാലുകാച്ച് ഓണത്തിനാണ്. ആ കാരണത്താലാണ് കമ്പനി ഇങ്ങനെയുള്ള ഓഫർ തരുന്നത്. സാറേ, കളറുകളൊക്കെ എങ്ങനെയുണ്ട്? കളറുകൾ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരുപാട് പെയിന്റ് കമ്പനി ഉണ്ട്. ഇത് നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ ആണ്. മലബാർ പെയിന്റ്സിന്റെ ഓൺ സോഫ്റ്റ്വെയർ ആണ്. അതെ, നമുക്ക് തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ഓൺ സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ കളറുകൾ കണ്ടോ, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. മാത്രമല്ല മെഷീൻ അതേപോലുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് വാറന്റി എത്ര ഉണ്ട്? 3 years വരുന്നുണ്ട്, 5 years, 7 years, 7 വർഷം വരെ വരുന്നുണ്ട്. 7 വർഷം മാത്രമല്ല, നമുക്ക് 12 വർഷം വരെയുള്ള പെയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള പെയിന്റുകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതിനെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. ഇപ്പൊ 3 വർഷം, 5 വർഷം, 7 വർഷം, 12 വർഷം വരുന്നത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വിലക്കുറവുണ്ട്. അതിനുമപ്പുറം നമുക്ക് വളരെ കൂടുതലാണ്. ഏരിയയും കിട്ടുന്നുണ്ട്. ഏരിയയുണ്ട്, വിലക്കുറവുണ്ട്, ക്വാളിറ്റിയിലുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് വീടുകളിൽ പോയി കണ്ടാലോ? നമുക്ക് ആ ചെയ്ത വീടുകളിലൊക്കെ ഒന്ന് പോയാലോ? തീർച്ചയായും. അപ്പൊ ഒന്ന് പോവുകയും ചെയ്യാം. മാത്രമല്ല പെയിന്ററോട് നമുക്ക് ചോദിക്കാം. ഈ ഒരു വീട് നമ്മൾ ചാലക്കുടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ വീട് കണ്ടോ, നമ്മുടെ പെയിന്റ് കൊണ്ട് ചെയ്തതാണ്. സാധാരണപ്പെട്ട വീട് തൊട്ട് എത്ര വലിയ വീട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, കാരണം അതിനുള്ള പേയ്മെന്റ് മാത്രമേ ആവത്തുള്ളൂ. നമുക്ക് ഈ വീട്ടിലുള്ളവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്തേ ചേട്ടാ. പേര്? സന്തോഷം എന്നാണ് പേര്. ആണ്. പേര്? സുമിത. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പെയിന്റ്? ഇപ്പൊ ഇത് പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ 1 വർഷത്തോളമായി. ഇത്ര വെയിലും മഴയും അതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും നല്ല തിളങ്ങി തന്നെ നിൽക്കണേ. വൈറ്റ് പെയിന്റ് ആണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. വെളിയിലും എല്ലാം വൈറ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും നാളായിട്ടും 1 വർഷത്തോളം ആവുന്നു, ഒരു കുഴപ്പമില്ല. എങ്ങനെ പൈസ കൂടുതലാണോ? പൈസ മറ്റുള്ള പെയിന്റുകളൊക്കെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം. ഇദ്ദേഹത്തിന് എന്ത് വർക്കാ? ഞാൻ കേബിളിന്റെ വർക്ക് ആണ്. കേബിളിന്റെ വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ചെയ്യണേ. എങ്ങനെയുണ്ട് നമ്മുടെ പെയിന്റ്? വൈറ്റിനോട് ഇഷ്ടം എന്തുവാ? നല്ല വിളിച്ചുണ്ടല്ലോ. അതുകൊണ്ടാ വൈറ്റ് അടിച്ചത്. ഫുള്ള് വൈറ്റ് ആ വീടിന്റെ. അതോടെ നോക്കാം. ഇതിന്റെ ഉൾഭാഗം കണ്ടോ, ഇത് 1 വർഷമായി പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ട് പോലും ഒരു ശകലം പോലും അഴുക്ക് പിടിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കളർ ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല.
നമ്മുടെ ഏറ്റവും കൂടുതൽ അഴുക്കാവുന്ന അടുക്കളയാണ്. പക്ഷെ ഇവിടെ പോലും ഈ വൈറ്റ് പെയിന്റ് ഒന്നും ഒരു കുഴപ്പമില്ല. ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഈ മുകൾ ഭാഗമൊക്കെ അല്ലേ അടിപൊളിയാ. അത്യാവശ്യം ഇതിന് ഷെയ്ഡ് ഇല്ല. ഈ ഷെയ്ഡില്ല, അതാ മേളിൽ വെച്ച് നോക്കിയോ. സാധാരണ ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പായൽ പിടിച്ച് പക്ഷെ അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല. ഈ ഒരു വർഷമായിട്ടും അങ്ങനെ ഒരു വിഷയമേ ഇല്ല. സന്തോഷേട്ടാ, ചാലക്കുടി തന്നെ അടുത്ത വീടല്ലേ? നമ്മുടെ ഈ പെയിന്റ് അടിച്ചിട്ട് 2 വർഷത്തോളമായി. ഇതൊരു പോലീസുകാരന്റെ വീടാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. നമസ്കാരം സാറേ, പേര്? ബൈജു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ആണല്ലയോ? ഇവിടെ പെയിന്റ് അടിച്ചിട്ട് എത്ര നാളായി? ഇതിപ്പോ 2 വർഷത്തോളമായിട്ട് പെയിന്റ് അടിച്ചത്. ഈ വൈറ്റ് ഈ നാട്ടിൽ ഇവിടെ ഉള്ളവരെല്ലാം വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ. അത് ഇതിന് മുന്നേ അടിച്ചാർന്ന കളർ വേറെ കളറായിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് തന്നെ ചോദിച്ച് നമ്മളൊരു പെയിന്റ് സജഷൻ ചെയ്താണ് വൈറ്റ് തന്നെ വേണം എന്നിട്ട് ചെയ്തതാണ്. വൈറ്റ് ആയിട്ട് ഈ 2 വർഷമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടൊന്നുമില്ല. കൂടുതലായിട്ട് പൈസ ആയിട്ടുണ്ടോ? ഇല്ലില്ല, ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് ഇതിൽ അടിക്കാൻ പറ്റിയ സാധനം തന്നെയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ഞാൻ എന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ കുറെ പേർക്കൊക്കെ പോലീസുകാർക്കൊക്കെ ഞാൻ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്റെ ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ രസ ഉണ്ടായിരുന്നു ആൾക്ക്. ഞാൻ ഈ പെയിന്റാണ് ഞാൻ പറഞ്ഞു കൊണ്ടുകൊടുത്ത് അത് പറഞ്ഞവിടെ എത്തിച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത ആള് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. അത് ഇതേപോലെ വൈറ്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ പെയിന്റിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ അടിച്ച് റിസൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായമാണ്. അതാണ് ഈ പെയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമസ്കാരം, ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പെയിന്റ് ഞാൻ മലബാർ പെയിന്റ് അടിച്ച സജസ്റ്റ് ചെയ്ത ആളാണ്. ഇദ്ദേഹത്തിന്റെ ജോലി എന്തുവാ? ഞാൻ എക്സൈസിലാണ്. പേര് സന്തോഷ്. ആണ്. നമ്മുടെ പെയിന്റ് എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ആണ്. അപ്പൊ ഇവിടെ വന്ന് അടിച്ച് കണ്ടതിന് ശേഷമാണ് നമ്മുടെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ചെയ്തത്. ആണല്ലയോ? അപ്പൊ ഒരാളുടെ അഭിപ്രായമല്ല, ഇനിയുണ്ട്. നമുക്ക് ഇനി അടുത്ത വീട് കാണാം. 2 വർഷമായ വീടിന്റെ ഉൾഭാഗമാണ് കാണുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ല. സാറേ, ഇതിന് സ്മെല്ലൊക്കെ എങ്ങനെ? സ്മെല്ല് ഞാൻ മുന്നടിച്ച ആ ഒരു പെയിന്റിനേക്കാളും വളരെ കുറവാണ്. ഈ ഒരു പെയിന്റ് അടിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ. സാധാരണ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. 2-3 ദിവസത്തേക്കൊന്നും ഒരാഴ്ച വരെ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ ഇത് അടിച്ചതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല. അപ്പൊ പെയിന്റിങ്ങുകാർക്കും അത് ഗുണം തന്നെ. പെട്ടെന്ന് സ്മെല്ല് പോകത്തൊന്നുമില്ല. അവർക്ക് അടിക്കുന്നവർക്കും പ്രശ്നമില്ല. അങ്ങനെയുണ്ട് ഇതിനൊരു ഗുണം. പിന്നെ ഈ ഇതടിച്ചിട്ട് ഇപ്പോഴും കണ്ട ആ ഷൈനിങ് ഇപ്പോഴും മാറിയിട്ടില്ല. നല്ലൊരു ഷൈനിങ് ആണ്. ഇപ്പൊ ഇതിന് ഇത് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നല്ല ഷൈനിങ് ആണ്. ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഷൈനിങ്. നല്ല വെട്ടത്തിനനുസരിച്ച് ഇത് കറക്റ്റ് ആയിട്ട് നിന്നോളൂ. നല്ല തിളക്കമായിട്ട് തന്നെ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ തൂണൊക്കെ നോക്കി കണ്ടോ? ഇത് അതുപോലെ അന്ന് അടിച്ച പോലെ തന്നെ നിൽക്കണം. അത് തന്നെ. ഇപ്പൊ 2 വർഷം ആയതാ ഇത് അന്ന് അടിച്ച രീതിയിൽ തന്നെ. 1, 2, 3, 4 വീടൊന്നും അല്ല. എല്ലാം കൂടെ കാണിക്കുവാൻ വീഡിയോ തീരത്തില്ല. അടുത്ത വീട് നമുക്ക് കാണാം. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്തേ സാറേ, പേര്? ഈ സ്ഥലം ഏതാ? ഈ സ്ഥലം ചായപ്പുംകുഴി. അപ്പൊ ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പെയിന്റ്? നമ്മുടെ പെയിന്റ് നല്ല പെയിന്റാണ്. നമ്മൾ അടിച്ചിട്ട് ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞു പെയിന്റ് അടിച്ചിട്ടാ. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പൈസ ഒക്കെ എങ്ങനെയുണ്ട്? പൈസ നമ്മൾ മറ്റ് പെയിന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണ്. നമുക്ക് റീസണബിൾ റേറ്റ് ആണ്. പെയിന്റിംഗ് അഭിപ്രായം എങ്ങനെയുണ്ട്? പെയിന്റർമാര് ഇപ്പൊ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയാണ്? ഇപ്പൊ നമ്മള് ആലുവയിലാണ്. ഇവിടെ വെള്ളം കയറിയതാണ്. വെള്ളം കയറിയെന്ന് പറഞ്ഞത് ഇതെല്ലാം പെയിന്റ് എല്ലാം പൊക്കൊണ്ട് റീപെയിന്റിനായിട്ട് വന്നതാ. പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലോ. ഇപ്പൊ ഈ വീട് ചെയ്യുന്നത് മലബാർ പെയിന്റ് ആണ്. അതിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. വർക്ക് ചെയ്യുന്ന ഇപ്പൊ മെയിൻ ആയിട്ട് പ്രശ്നം നമ്മളിപ്പോ പെയിന്റ് എടുത്തു കഴിഞ്ഞാലേ മെയിൻ ആയിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പെയിന്റർമാരാണ്. എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടത്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ നമസ്തേ. പേരെന്തായിരുന്നു? പേര് ഭാസ്കരൻ. സ്ഥലം എവിടാ? സ്ഥലം ആലുവ. നമ്മുടെ ഈ പെയിന്റ് എങ്ങനെയുണ്ട്? ഇപ്പൊ എത്ര നാളുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ കുറച്ച് നാളായിട്ട് പെയിന്റ് ഉപയോഗിക്കുന്നത്. തുടക്കത്തിലേക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോ നല്ല സൂപ്പർ സാധനമാണ്. പുതിയൊരു സാധനമാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയാ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് സ്മെല്ല് ഉണ്ടാവൂല. അതൊക്കെ ഞാനൊരു 10-20 വർഷമായിട്ട് ഈ പെയിന്റ് ഫീൽഡിലുള്ളതാ. മെയിനായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് സ്മെല്ലാണ്. സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പെയിന്റ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ വീട്ടുകാർ കയറുന്ന എന്തൊരു സ്മെല്ലാന്ന് പറയാം, അവർ ചാടി പുറത്തിറങ്ങും. ഞങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പൊ ഞങ്ങൾ ആലോചിക്കും ചെയ്യും എന്തൊരു സ്മെല്ലാണ് ഇത്, എത്ര കാലം ഇതൊക്കെ ഇങ്ങനെ പണിയാൻ പറ്റുമെന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ മലബാർ പെയിന്റ്സിന് സ്മെല്ലില്ല നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ പിറ്റേ ദിവസം വന്നാലും നമ്മൾ റൂം തുറന്ന് വീണ്ടും പണിക്കിറങ്ങുമ്പോഴും നമ്മൾ വേറെ പെയിന്റ് ആണെങ്കിൽ നമ്മൾ ആ റൂമൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്നിട്ട് ഒരു അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിന് അങ്ങനെ ഒന്നുമില്ല. അത് കറക്റ്റ് ആയിട്ട് സ്മെല്ലിന്റെ വിഷയവും. അതൊക്കെ ഏരിയ സൂപ്പർ ഏരിയയാണ്. സൂപ്പർ ഏരിയ. ഞങ്ങൾ ഒരു സ്ഥലത്ത് 80 ലിറ്റർ 90 ലിറ്റർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു 60 ലിറ്റർ ആയിപ്പോക്കും പരിപാടി തീർന്നു. എത്ര വർഷം പറഞ്ഞേ? ഞാനൊരു 20 വർഷമായി ഈ ഫീൽഡിൽ. 20 വർഷം കൊണ്ട് പെയിന്റ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്നത്. ഏരിയ അതുപോലെ സ്മെല്ലിനുള്ള
കുഴപ്പമില്ലെന്നുള്ളത് മാത്രമല്ല ക്വാളിറ്റിയിൽ എങ്ങനെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ആണ്. സൂപ്പർ ക്വാളിറ്റി. സാധാരണ ഇപ്പൊ ഞങ്ങള് പെയിന്റ് പൊടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാത്തൻ പെയിന്റ് ഒക്കെ നമുക്ക് ഒരു ഉച്ച ടൈം വൈകുന്നേരം നമുക്ക് ചുമ്മാ ഒന്ന് പൈപ്പിലോട്ട് പോയി എന്നിട്ട് കഴിക്കളഞ്ഞ് കയറി പോവാം. പക്ഷെ ഈ സാധനം അങ്ങനെ നമ്മള് പെട്ടെന്ന് കഴിക്കളഞ്ഞൊന്നും വീട്ടിലോട്ട് പോകാൻ പറ്റൂല. കയ്യിൽ നിന്ന് ഇളകി പോകത്തില്ല, അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ട് കട്ടിയിരിക്കും. ക്വാളിറ്റിയാ സാധനം. നല്ല ഡബിൾ കോട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് എടുക്കും. നല്ല പ്ലാസ്റ്റിക് കോട്ട് പോലെ എടുക്കും കിടക്കും. അപ്പൊ നമുക്ക് അടുത്ത ആളോടൊന്ന് ചോദിക്കാം. ചേട്ടാ നമസ്തേ, പേര്? പേര് സിജു. സ്ഥലം? ആലുവ. എങ്ങനെയുണ്ട് നമ്മുടെ പെയിന്റ്? പറയാനൊന്നുമില്ല, എന്റെ ആശാനാണ്. ആശാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കില്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ഇഷ്ടം മണം. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. മണം അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ പെയിന്റ് അടിക്കണേണ്. പിറ്റേ ദിവസം നമ്മ വന്നു കഴിഞ്ഞാൽ ഒരു ഇതായിരിക്കും, വേറെ പെയിന്റൊക്കെ പണി സ്ഥലത്ത് പോയാൽ. ഇത് അതല്ല, നമുക്ക് വരാൻ തോന്നും, പണിയെടുക്കാൻ തോന്നും, ഇൻട്രസ്റ്റ്. പിന്നെ കയ്യിലത്തെ പോണതെന്ന് പറഞ്ഞാൽ പോകുകയല്ല, ഞങ്ങൾ ഒരു കുറച്ചു നേരം അങ്ങനെ തേച്ച് കളയണം, നല്ല പോലെ ബ്രഷൊക്കെ ഇട്ട് കളയണം, പോകുകയല്ല കയ്യിൽ. ഇത് പറയുന്നത് വേറെ ആരുമല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അനുഭവസ്ഥരാണ്, നേർക്കാഴ്ചകളാണ്. ശരിക്കും സാറേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കുറെ ആൾക്കാർ ചോദിച്ചു കൃത്യമായിട്ടുള്ള ഈ സ്ഥലം എവിടാന്ന്. ഈ സ്ഥലം എവിടാ കൃത്യമായിട്ട്? ഇത് 150 ഫില്ലർ നമ്പർ, അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അമ്പാട്ടുകാവ്. നമുക്ക് ആ 150 എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതിനപ്പുറം നമുക്ക് ഇത് ദൂരോട്ടുള്ളവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഫ്രീ ഡെലിവറി ആണ്. കേരളത്തിൽ എവിടെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എവിടാണെങ്കിലും നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് അയച്ചു കൊടുക്കും. ഏത് ആൾക്കാർ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാലും. ഇപ്പൊ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പെയിന്റിങ്ങിനെ സെലക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ശരിക്കും ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. അതല്ല നിങ്ങളുടെ കളർ സെലക്ഷൻ ഏതുണ്ടെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ അയച്ചു കൊടുക്കും. കൊട്ടേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ഒക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധനം അയച്ചു തരും.